ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡാണ്. തിങ്കളാഴ്ചത്തെ വൈകിട്ടത്തെ എപ്പിസോഡാണ്. നിവിനും അനിമോളും അനീഷും കൂടി കിച്ചണിലുണ്ട്. അനിമോൾ ദോശ ഇട്ടുകൊണ്ടിരിക്കുന്നു, അനീഷ് അരിയുന്നു, നിവിനും അവിടെ നിൽപ്പുണ്ട്. നിവിൻ അവിടെ നിന്ന് പാടുന്നു, കുടയാത്രയിൽ കുട ചൂടുമാ എന്ന് പറഞ്ഞ് പാട്ട് പാടുന്നു. തഴുകിത്തലോടുന്നു ഈ പ്രണയം എന്ന് പറഞ്ഞ് അനീഷ് പാടുന്നു. അനിമോക്ക് ഇഷ്ടപ്പെടുന്നില്ല, അനിമോക്ക് ദേഷ്യം വരുന്നു. അപ്പം അനീഷ് വിളിക്കുന്നു, നിവിൻ എന്തുവാ ഒന്ന് നിർത്താമോ, ഞാൻ പാടും. എന്തിനാവശ്യമില്ലാത്ത കാര്യം പറയുന്നത്. ഒരാളോട് ഇഷ്ടം തോന്നി, അത് അയാളോട് തുറന്നു പറഞ്ഞു, അയാൾക്ക് പിന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു, പിന്നെ എന്തിനാ അതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ അക്ബർ അവിടെ ഇരിക്കുകയായിരുന്നു. അക്ബർ പറഞ്ഞു, അതെന്താ ഞങ്ങൾക്ക് പാടിക്കൂടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറയും, ഞങ്ങൾ പ്രണയത്തെപ്പറ്റി പറയും എന്ന് അക്ബർ അവിടെ ഇരുന്ന് കുത്തുന്നു. ബിഗ് ബോസിൽ നിന്ന് എബിറ്റായി പുറത്തു പോയ കണ്ടസ്റ്റൻറ്റ് വരെയാണ്. അങ്ങനെ നമ്മുടെ അപ്പാനി വന്നപ്പോഴത്തേക്ക് അക്ബറുമായിട്ട് കെട്ടിപ്പിടിക്കുകയും നല്ല സുഹൃത്തുക്കളല്ല എല്ലാവരുമായിട്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അക്ബറുമായിട്ടിരുന്ന് സംസാരിക്കുന്നു, ഞാൻ കാരണമാണ് നീ പോയത്, എൻ്റെ കൂടെ കൂട്ടുന്നത്, അതൊന്നും പറയേണ്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഓർക്കേണ്ട, അതൊന്നും ഒരു കാര്യമല്ല, ആളുകൾ പറയട്ടെ, നമുക്കറിയാമല്ലോ എന്ന് അപ്പാനി പറയുന്നു. പിന്നെ കാണിക്കുന്ന മുൻഷി വന്ന് അനിമോളടുത്ത് പറയുന്നു, ബിഗ് ബോസ് എനിക്കൊരു ടാസ്ക് തന്നിട്ടുണ്ട്, ഒരു സാരി ഉടുക്കണം, അതൊരു ഒഴുക്ക സാരി 1 മണിക്കൂർ ഉടുത്തുകൊണ്ട് നിൽക്കണമെന്ന് പറഞ്ഞു. സത്യമാണോ ആരുടെ പറയരുതെന്ന് പറയുന്നു. അങ്ങനെ മുൻഷിക്ക് ഒരു സാരി എടുത്ത്, ഒഴുക്കൻ സാരി എടുത്ത് ഉടുപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ആ സാരി ഉടുത്ത് നമ്മുടെ മുൻഷി അവിടെയൊക്കെ നടക്കുന്നു. ഇതെന്താ ഇങ്ങനെ, അത് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ട് ആരടുത്തും പറയരുത് എന്ന് അനിമോൾ അവിടെ ഉള്ളവരടുത്ത് പറയുന്നു. ചുമ്മാതാ അങ്ങേര് കള്ളത്തരം പറഞ്ഞാണ് ആതിരയും എല്ലാവരും കൂടി അവിടെ നിന്നെ പറ്റിച്ചതാടിയെന്ന് അപ്പാനിയൊക്കെ പറയുന്നു. ഇതിനിടയിൽ അനീഷ് അനിമോളുമായിട്ട് സംസാരിക്കുകയാണ്. അനീഷിന് ഇഷ്ടം തോന്നിയ കാര്യം അനിമോളടുത്ത് പറഞ്ഞു. അപ്പോൾ അനിമോൾ പറഞ്ഞു, എനിക്ക് അനീഷ് ചേട്ടനെ എൻ്റെ ചേട്ടനെ പോലെയാണ് ഞാൻ കണ്ടത്, അത് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടം തോന്നിയത് ഞാൻ അനിമോളടുത്ത് പറഞ്ഞതേ ഉള്ളൂ എന്ന് അനീഷ് പറഞ്ഞു. മുനിഷി ബിഗ് ബോസിൽ വന്നപ്പോഴത്തേക്ക് അനീഷിനിട്ട് 2 കുടച്ചിൽ കൊടുത്തു. അനീഷ് നല്ല മറുപടി തന്നെ മുൻഷിക്കും കൊടുത്തത്. എനിക്ക് ഇഷ്ടം തോന്നി, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞാൽ പോരെയായിരുന്നോ എന്ന് മുൻഷി ചോദിച്ചു. ഇതൊരു ഗെയിമല്ലേ, അതാണോ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു, അല്ല അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടം തോന്നി, അപ്പോൾ പറയണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞു, അത് അവിടെ തീർന്നു, ഞങ്ങൾ 2 പേരിലുമുള്ള ഒരു പ്രശ്നമാണ്, അത് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറയുമ്പോൾ മുൻഷി പറഞ്ഞു, ഇത് പുറത്ത് നല്ല ചർച്ചയാണ്. അങ്ങനെ 2 പേരും കൂടി അവിടെ സംസാരിച്ചു. അപ്പോൾ അനിമോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ചോദിച്ചു, അനിമോളെ എനിക്കൊരു ചായ തരുമോ എന്ന് ചോദിച്ചു. ഇതിനിടയ്ക്ക് ശൈത്യ ബിഗ് ബോസിലേക്ക് വന്നു. അപ്പോൾ അനിമോളും ആതിരയും നൂറയൊക്കെ ചെന്ന് ശൈത്യയെ കെട്ടിപ്പിടിച്ചു. അവർ കൂട്ടുകാരല്ലേ, ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറന്ന് കെട്ടിപ്പിടിച്ചു. പക്ഷേ ശൈത്യ അവിടെ വന്നത് അനിമോളെ തകർക്കാനായിരുന്നു. അവൾ ഗെയിം പ്ലാനുമായിട്ടാണ് വന്നത്. അനിമോളെ പുറത്ത് മോശം പറയണം. പക്ഷേ അത് ലൈവ് കണ്ടുകൊണ്ടിരുന്നവർക്ക് മനസ്സിലായി, ശൈത്യ കട്ടപ്പയല്ല, കൊടും കട്ടപ്പ ബാഹുബലിയെ ചതിച്ചത് രാജകൽപ്പന അനുസരിച്ചാണ് കട്ടപ്പ ചതിച്ചത്. അത് ചെയ്തേ പറ്റുമുള്ളായിരുന്നു. ഇത് ആ കട്ടപ്പയല്ല, ഇതിനപ്പുറത്തെ കട്ടപ്പ. ഇത് കട്ടപ്പ എന്ന് പറഞ്ഞാലും പോരെ, ഇവിടെ ദുഷ്ടത്തി എന്ന് പറയണം. ദുഷ്ടത്തി എന്ന് പറയാം. അതൊക്കെ വെച്ച് നോക്കിയാൽ നമ്മുടെ ഒന്നും അല്ല. വന്നിട്ട് ശൈത്യ അനീഷിൻ്റെ അടുത്തും ഷാനവാസിൻ്റെ അടുത്തും അനിമോളെ പറ്റി പറയുന്നു. അനീഷേട്ടൻ ഒരു പാവമാണ്, അനീഷേട്ടനെ പ്രേമം നടിച്ച് ചതിച്ചത് അവളാണ്. ആദ്യം അവളാണ് അനീഷേട്ടൻ്റെ കൂടെ പ്രേമം കാണിച്ചത്. എന്നിട്ട് അനീഷിനെ അവൾ വഞ്ചിക്കുകയായിരുന്നു അനീഷേട്ട എന്നും പറഞ്ഞ് ശൈത്യ അനീഷിൻ്റെ അടുത്തും ഷാനവാസിൻ്റെ അടുത്തും പറയുന്നു, അവളെ ഞാൻ പൊളിച്ചടുക്കും, ഞാൻ ചോദിക്കും, ഞാൻ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് അനീഷിൻ്റെ അടുത്തും ഷാനവാസിൻ്റെ അടുത്തും അനിമോളെപ്പറ്റി മോശം പറഞ്ഞ് എരി കൂട്ടിക്കൊടുക്കുന്നു. അതാണ് നമ്മുടെ കട്ടപ്പ ശൈത്യ.